ഗോവ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ള രചിച്ച 210 പുസ്തകങ്ങളുടെ പ്രദർശനം നടന്നു. സാഹിത്യകാരൻ സി. രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. പി.എസ്. ശ്രീധരൻപിള്ളയുടെ 2 പുസ്തകങ്ങളുടെ പ്രകാശനവും നടന്നു. വിജിൽ ഹ്യൂമൻ റൈറ്റ്സും സുഹൃത്ത് സംഘവും ചേർന്ന് സംഘടിപ്പിച്ച ഗോവ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ള രചിച്ച 210 പുസ്തകങ്ങളുടെ പ്രദർശനവും പുസ്തക പ്രകാശനവും അക്ഷരയാത്ര @ 50 സാഹിത്യകാരൻ സി. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ പി.വി. ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ശ്രീധരൻപിള്ള രചിച്ച ഐക്കൺസ് ഓൺ മൈ ലിറ്ററേച്ചർ, സ്ത്രീരത്നങ്ങൾ എന്നീ പുസ്തകങ്ങൾ സി. രാധാകൃഷ്ണൻ പ്രകാശനം ചെയ്തു. മലയാള മനോരമ ചീഫ് ന്യൂസ് എഡിറ്റർ പി.ജെ. ജോഷുവ, മലബാർ ഗോൾഡ് എം.ഡി. എം.പി. അഹമ്മദ് എന്നിവർ പുസ്തകം ഏറ്റുവാങ്ങി. വായനാശീലവും ബുക്കുകളുടെ എണ്ണവും എഴുത്തുമെല്ലാം കൂടി വരുന്നു എന്നുള്ള കണക്കുകൾ അതിനെപ്പറ്റി ആധികാരികമായ പഠനത്തിലുണ്ട്. അപ്പോൾ പുസ്തകങ്ങൾ വായിക്കുന്നവരുടെ എണ്ണം കൂടുന്നു. ഒരു ജനതയുടെ സംസ്കാരത്തെ വളർത്തിയെടുക്കുന്നതിൽ ഒരു സംസ്കാര സമ്പന്നയുടെ രാഷ്ട്രമാണോ നമ്മുടെ എന്ന് ചോദിക്കുമ്പോൾ അതിന് കിട്ടുന്ന ഉത്തരം അവിടെയുള്ള ഒരു ചെറിയ ക്രിയേറ്റീവ് മൈനോറിറ്റിയാണ്. അവരാണ് വായനക്കാർ. അവരിലൂടെയാണ് സമൂഹം നിലനിൽക്കുന്നത്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സങ്കല്പമായിട്ട് ഇതൊക്കെ പറഞ്ഞാലോ ആർണോൾഡ് ടോയിൻബി പറഞ്ഞതുപോലെ സൊസൈറ്റി ക്യാൻ ബി മോൾഡഡ് ഓർ ചേഞ്ച്ഡ് ബൈ എ ക്രിയേറ്റീവ് മൈനോറിറ്റി ഇൻ എ സൊസൈറ്റി. ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രാധാന്യം. അത് കേരളത്തിൽ വേണ്ടത്ര ഉണ്ടോ? ഞാൻ ജോഷുവയും ചന്ദ്രേട്ടനും ഇരിക്കുന്ന വേദിയായിട്ട് പറയാം. പി.എസ്. ശ്രീധരൻപിള്ള, എം.കെ. രാഘവൻ എം.പി., ആറ്റക്കോയ പള്ളിക്കണ്ടി, വിജിൽ പ്രസിഡന്റ് ജോസഫ് തോമസ്, ടി.എച്ച്. വത്സരാജ് തുടങ്ങിയവരും സംസാരിച്ചു. ശ്രീധരൻപിള്ളയുടെ പത്നി റീത്ത ശ്രീധരൻ്റെ ചിത്രപ്രദർശനവും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റായിരുന്ന ടി. നസ്രുദ്ദീന്റെ